Hi students, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതാണ് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അഞ്ജന മജുംദാറിൻ്റെ ഏതാണ് ചാപ്റ്റർ? ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്ത് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്? ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ മരണനിരക്ക് വരുന്നത്. എന്താണ് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനുള്ള ഏറ്റവും കൂടുതൽ മരണനിരക്ക് വരുന്നത് ഏഷ്യയിലാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇന്ത്യയും ചൈനയും ബംഗ്ലാദേശും ഒക്കെ തന്നെ ഏഷ്യൻ കോണ്ടിനെൻ്റിലാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അല്ലേ. അടുത്ത പാരഗ്രാഫ് നമുക്ക് നോക്കാം. പേജ് നമ്പർ 103 103 ആണ് പേജ് നമ്പർ. നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ഉള്ളവർ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു ടെക്സ്റ്റൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു. സംഘടിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പേജ് നമ്പർ 103 ഇവിടെ നോക്കി. ഇന്ത്യ due to its geographical location and geological formation is highly prone to disasters. Its long coastline, snow-clad peaks and high mountain ranges and the perennial rivers in the north combine add to this problem. India, which has only 2% of the total geographical area, has to support 80% of the total population of the world. Therefore, there is a tremendous pressure on the natural resources which directly or indirectly leads to the occurrence of disasters, namely floods, droughts, landslides, earthquake, etc. കേട്ടോളൂ. ഇന്ത്യ ഡ്യൂ ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇന്ത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാര്യമായിട്ട് പറയുന്നത്? ഇന്ത്യ ഡ്യൂ ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും, ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻ, ഭൗതികമായിട്ട് ഇത് ഫോം ചെയ്ത ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശം ഫോം ചെയ്ത രീതി അനുസരിച്ചും ഈസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് കൂടുതൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിൻ്റെ കാര്യം? ഇന്ത്യ ഡ്യൂ ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻ is highly prone to disasters. Its long coastline, ഇന്ത്യയുടെ കൂടുതലുള്ള ഒരു തീരപ്രദേശം കോസ്റ്റ് ലൈൻ, സ്നോ ക്ലാഡ് പീക്സ്, ഒരുപാടുള്ള മലനിരകൾ, ആൻഡ് ഹൈ മൗണ്ടൻ റേഞ്ചസ്, വളരെ ഉയർന്ന മൗണ്ടൻ റേഞ്ചസ്, ആൻഡ് ദ പെർണിയൽ റിവേഴ്സ് ഇൻ ദ നോർത്ത്, വളരെ പ്രധാനപ്പെട്ട നോർത്ത് വഴി ഒഴുകുന്ന റിവറുകൾ കമ്പൈൻ ടു ആഡ് ടു ദിസ് പ്രോബ്ലം. ഈ ഒരു പ്രശ്നത്തെ ഇത്രയും എന്താണൊരു ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആണുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെ. ഇന്ത്യ വിച്ച് ഹാസ് ഓൺലി 2% ഓഫ് ദ ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഹാസ് ടു സപ്പോർട്ട് 80% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ്. മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ വിച്ച് ഹാസ് ഓൺലി 2% ഓഫ് ദ ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ, ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയയുടെ 2% മാത്രമാണ് ഇന്ത്യ ഉള്ളത് അല്ലേ. ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയയുടെ 2% മാത്രമുള്ള ഇന്ത്യക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? ഹാസ് ടു സപ്പോർട്ട് 80% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ്. അപ്പോൾ വേൾഡിലെ മൊത്തം പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള 80% ഉള്ള ആൾക്കാരെയും ഈ മൊത്തത്തിൽ ജിയോഗ്രഫിക്കൽ ഏരിയ 2% ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ? ടോട്ടൽ പോപ്പുലേഷൻ ദ വേൾഡ്, ടോട്ടൽ പോപ്പുലേഷൻ്റെ 80% ഉള്ള ആൾക്കാരെയും ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയയുടെ 2% ഉള്ള ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇതും ഈ ഒരു ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കരുതുന്നു എന്നാണ് പറയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞ കാര്യം? ഇന്ത്യ വിച്ച് ഹാസ് ഓൺലി 2% ഓഫ് ദ ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഹാസ് ടു സപ്പോർട്ട് 80% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ്. Therefore, there is a tremendous pressure on the natural resource. അതുകൊണ്ട് തന്നെ നാച്ചുറൽ റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ളൊരു ട്രമൻഡസ് പ്രഷർ അല്ലേ, പ്രകൃതി വിഭവങ്ങൾ നേടിയെടുക്കുന്നുള്ള വല്ലാത്തൊരു പ്രഷർ ഇവിടെയുണ്ട്. വിച്ച് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ലീഡ്സ് ടു ഒക്കറൻസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അത് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാൻ നേരിട്ടും അല്ലാതെയും ഒരു കാരണമായി മാറുന്നു. Therefore, there is a tremendous pressure on the natural resources which directly or indirectly leads to the occurrence of disasters. അത് ഡിസാസ്റ്റേഴ്സ് ഒക്കെ അറിയാനുള്ള നേരിട്ടും അല്ലാതെയുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് ഡിസാസ്റ്റേഴ്സ്? നാമലി ഫ്ലഡ്സ്, ഡ്രോട്ട്സ്, ലാൻഡ് സ്ലൈഡ്സ്, എർത്ത് കേക്ക് എക്സെട്ര. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നോക്കിക്കോളൂ. ഇന്ത്യ
India, which has only 2% of the total geographical area, has to support 80% of the total population of the world. Therefore, there is a tremendous pressure. There is a tremendous pressure on the natural resources, which directly or indirectly leads to occurrence of disaster. അത് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള കാരണം നേരിട്ടും അല്ലാതെയുമായി മാറുന്നു. നാമിലി എന്തൊക്കെ ഡിസാസ്റ്റേഴ്സ്? നാമിലി ഫ്ലഡ്സ്, ഡ്രോട്ട്സ്, ലാൻഡ് സ്ലൈഡ്സ്, എർത്ത് കേക്ക് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്? ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയയുടെ 2% മാത്രമുള്ള ഇന്ത്യയിൽ ടോട്ടൽ പോപ്പുലേഷൻ 80% ആൾക്കാരെ അവിടെ എന്തിയായിട്ട് വരുന്നു? അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ള ഒരു കാരണം കൂടിയാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ആ പാരഗ്രാഫ് ഒന്നുകൂടെ വായിച്ചു തരാം, കേട്ടെ. ഇന്ത്യ, ഡ്യൂ ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻ, is highly prone to disasters. Its long coastline, snow-clad peaks and high mountain ranges and the perennial rivers in the north combine to add to this problem. India, which has only 2% of the total geographical area, has to support 80% of the total population of the world. Therefore, there is a tremendous pressure on the natural resources, which directly or indirectly leads to the occurrence of disasters, namely floods, droughts, landslides, earthquake, etc. Next paragraph. The northern region of India face problems due to landslides, floods, droughts and earthquakes. Because this region falls under the seismic zones 3 to 5. The eastern region is confronted with the heavy floods in the perennial rivers, which include the Brahmaputra, the Ganga, etc. Drought, heat waves, hailstorms, cyclones, heavy winds and earthquakes are common in this region. The northeastern region encounters floods, landslides and earthquakes. This region comes under the seismic zones 4 and 5. The northern region of India, India's northern region, has to face problems due to landslides, floods, droughts and earthquakes. നോർത്തേൺ സൈഡ്സ് എന്തൊക്കെയാണ് ഡിസാസ്റ്റേഴ്സാണ് വരുന്നത്? ലാൻഡ് ഉണ്ടാകുന്നു, ഫ്ലഡ് വരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഭൂചലനം ഉണ്ടാകുന്നു, ഡ്രോട്ട്സ് വരൾച്ച ഉണ്ടാകുന്നു, എർത്ത് കേക്ക് ഉണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. ബിക്കോസ് ദിസ് റീജിയൻ ഫോൾസ് അണ്ടർ ദ സെസ്മിക് സോൺസ് 3 to പല പല സെസ്മിക് സോൺസ് ആയിട്ട് ഇന്ത്യ തന്നെ തിരിച്ചിട്ടുണ്ട്. അത് ഏത് സെസ്മിക് സോൺസിൽ വരുന്നതാണ്? 3 to 5 സെസ്മിക് സോൺസിൽ വരും, 3, 4, 5 വരുന്നതാണ്. The eastern region is confronted with heavy floods. ഈസ്റ്റേൺ റീജിയനിൽ എന്ന് പറയുന്നത് വളരെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. കാരണം ദ പെറിനിയൽ റിവേഴ്സ് വിച്ച് ഇൻക്ലൂഡ് വളരെ പ്രധാനപ്പെട്ട റിവേഴ്സ് ആയ ബ്രഹ്മപുത്രയും ഗംഗയും ഒക്കെ തന്നെ ഇതുവഴിയാണ് ഒഴുകുന്നത്. ഡ്രോട്ട്, ഹീറ്റ് വേവ്സ്, ഹെയിൽ സ്റ്റോംസ്, സൈക്ലോൺസ്, ഹെവി വിൻഡ്സ് ആൻഡ് എർത്ത് ആർ കോമൺ ഇൻ ദിസ് റീജിയൻ. ഈ റീജിയനിലും മറ്റൊന്നുകൂടെയൊക്കെ എന്തൊക്കെ ഡിസാസ്റ്റേഴ്സിനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്? ഡ്രോട്ട്സിനും ഹീറ്റ് വേവ്സിനും, ഡ്രോട്ട് മീൻസ് വരൾച്ചയ്ക്കും, ഹീറ്റ് വേവ്സ് ഉഷ്ണക്കാറ്റിനും, ഹെയിൽ സ്റ്റോംസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്റ്റോം, ആൻഡ് സൈക്ലോൺസ് ഒരു തരത്തിലുള്ള കാറ്റാണ്, ഹെവി വിൻഡ്സ് ആൻഡ് എർത്ത് കേക്സ് ആർ ഓൾസോ കോമൺ ഇൻ ദിസ് റീജിയൻ. ഈ തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഓരോ സ്പെസിഫിക് സോൺസും അനുസരിച്ച് ഡിസാസ്റ്റേഴ്സിനുള്ള ഓരോ ഡിസാസ്റ്റേഴ്സും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എൻകൗണ്ടേഴ്സ്, നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ എൻകൗണ്ടേഴ്സ് ഫ്ലഡ്സ്, അവിടെ ഫ്ലഡാണ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിലെ ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് എർത്ത് കേക്ക്. ദിസ് റീജിയൻ കംസ് അണ്ടർ ദ സെസ്മിക് സോൺസ് 4 and 5. ഈ റീജിയൻ ഏത് സെസ്മിക് സോൺസിലാണ് വരുന്നത്? 4ലും 5ലും. അപ്പോൾ പല സെസ്മിക് സോൺസ് ആയിട്ടുണ്ട്. അതിനകത്ത് ഓരോ സെസ്മിക് സോൺസിലുമുള്ള വ്യത്യാസപ്പെട്ട് വരുന്ന ഓരോ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഒന്നുകൂടെ കേട്ടോളൂ. The northern region of India faces problems due to landslides, floods, droughts and earthquakes. Because this region falls under the seismic zones 3 to 5. The eastern region is confronted with the heavy floods in the perennial rivers which include the Brahmaputra, the Ganga, etc. Drought, heat waves, hailstorms, cyclones, heavy winds and earthquakes are also common in this region. The northeastern region encounters floods, landslides and earthquakes. This region comes under the seismic zones 4 and 5. Next paragraph ketolu. The western region is widely known for severe droughts, wind erosion of land and soil, floods and cyclones. This area is also prone to earthquakes,
The southern region, particularly the coastal region, is vulnerable to cyclones, sea erosion, tsunami, and landslides. The islands of Andaman and Nicobar and Lakshadweep are confronted with the problems of sea erosion and tsunami. The Indian coastal areas have faced some of the severest cyclones both along the eastern and western coasts. The western region is widely known for severe droughts. വെസ്റ്റേൺ റീജിയൺ എന്ന് പറയുന്നത് കൂടുതലായും അറിയപ്പെടുന്നത് വളരെ സിവിയറായ ഡ്രോട്ട്സ് ആണ്. ഡ്രോട്ട്സ്, അതുപോലെ തന്നെ വിൻ ഇറോഷൻ ഓഫ് ലാൻഡ് ആൻഡ് സോയിൽ, ലാൻഡിൻ്റെയും സോയിലിൻ്റെയും ഇറോഷൻ, മണ്ണൊലിപ്പ്, ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം, ആൻഡ് സൈക്ലോൺസ്. ദിസ് ഏരിയ ഈസ് ഓൾസോ പ്രോൺ ടു എർത്ത്. ഈ ഏരിയ എന്ന് പറയുന്നത് കൂടുതൽ എന്തുണ്ടാകാനുള്ള സാധ്യത ഈ ഏരിയയിലുണ്ട്? എർത്ത് സാധ്യതയും ഈ ഏരിയയിൽ കൂടുതലായിട്ടുണ്ട്. This area is also prone to earthquakes. The southern region, particularly the coastal region, southern region, പ്രത്യേകിച്ച് coastal region, തീരദേശ മേഖല എന്ന് പറയുന്നത് is vulnerable to cyclones. Cyclones ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു ഏരിയയാണ്. Cyclones, അതുപോലെ തന്നെ എന്തുണ്ട്? Sea erosion, tsunami and landslides. Sea erosionum, tsunamiയും landslides, ഭൂചലനമൊക്കെ ഉണ്ടാകാനുള്ള ഒരു ഏരിയയാണ് southern region. The islands of Andaman and Nicobar and Lakshadweep, ആൻഡമാനും നിക്കോബാറും ലക്ഷദ്വീപുക്കൾ ഐലൻഡ്സിൽ ആർ കൺഫ്രണ്ട് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് സീ ഇറോഷൻ ആൻഡ് സുനാമി. അവിടേക്ക് ഏതിനുള്ള സാധ്യത കൂടുതലുള്ളത്? സീ ഇറോഷനും സുനാമിക്കുമുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ടുള്ളത്. The Indian coastal areas have faced some of the severest cyclones both along the eastern and western coasts. The Indian coastal regions, ഇന്ത്യയിലെ കോസ്റ്റൽ റീജിയൻസിൽ have faced some of the severest cyclones, വളരെ സിവിയറസ്റ്റ് ആയിട്ട് സൈക്ലോൺസ് ഫേസ് ചെയ്യാനായിട്ട് both along the ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ കോസ്റ്റ്. ഈസ്റ്റേണിലും വെസ്റ്റേൺ കോസ്റ്റിലും ഒക്കെ തന്നെ വരുന്ന പോലെയുള്ള ആ ഒരു സിവിയറസ്റ്റ് സൈക്ലോൺസും ഒക്കെ തന്നെ ഇവിടെ ഫേസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. The Indian coastal areas have faced some of the severest cyclones both along the eastern and western coasts. അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. The western region is widely known for severe droughts, wind erosion of land and soil, floods and cyclones. This area is also prone to earthquakes. The southern region, particularly the coastal region, is vulnerable to cyclones, sea erosion, tsunami and landslides. The islands of Andaman and Nicobar and Lakshadweep are confronted with the problems of sea erosion and tsunami. The Indian coastal areas have faced some of the severest cyclones both along the eastern and western coasts. Among all the disasters in India, the tsunami is a relatively new phenomenon. Due to the lack of adequate warning system, the tsunami of 2004 devastated a large portion of the coastal regions of Tamil Nadu, Kerala and Andhra Pradesh. Because the Andhra Pradesh, besides the Andaman and Nicobar Islands, it claimed a large number of lives and destroyed property worth crores of rupees. Among all the disasters in India, ഇന്ത്യയിൽ വന്നിട്ടുള്ള എല്ലാ ഡിസാസ്റ്റേഴ്സിലും വെച്ചിട്ട് the tsunami is a relatively new phenomenon. ഒരു ന്യൂ ഫിനോമിന, പുതുതായി കാണുന്ന ഒരു പ്രവണതയാണ്, പുതുതായി വന്ന ഒന്നാണ് ഏത് എന്ന് പറയുന്നത്? സുനാമി എന്ന് പറയുന്നത്, അല്ലേ? Among all the disasters in India, the tsunami is a relatively new phenomenon. Due to the lack of adequate warning system, കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, due to the lack of adequate warning system, the tsunami of 2004, 2004 വന്ന സുനാമി എന്ന് പറയുന്നത് devastated a large portion of the coastal region of Tamil Nadu, Kerala and Andhra Pradesh. Besides the Andaman and Nicobar Islands, right? Due to the lack of adequate warning system, കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, the tsunami of 2004, 2004 വന്ന സുനാമി ഡിവാസ്റ്റേറ്റ് ചെയ്തു, നശിപ്പിച്ചു. എങ്ങനെ? a large number of the coastal regions of Tamil Nadu, Kerala and Andhra Pradesh. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ആന്ധ്രാപ്രദേശിലെയും ഒക്കെ തന്നെ ഭൂരിഭാഗം എന്താണ്, എങ്ങനെയുള്ള ഏരിയാസിനെ, കോസ്റ്റൽ റീജിയൻസിനെയും ഈ സുനാമി നശിപ്പിച്ചു. ബിസൈഡ്സ് ഏത് കൂടാതെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് കൂടാതെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും ഭൂരിഭാഗം തീരദേശ മേഖലയെ നശിപ്പിക്കുവാൻ ആർക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്? സുനാമിക്ക് സാധിച്ചു. Among all the disasters in India, the tsunami is a relatively new phenomenon. Due to the lack of adequate warning system,
The tsunami of 2004 devastated a large portion of the coastal regions of Tamil Nadu, Kerala and Andhra Pradesh besides the Andaman and Nicobar Islands. It claimed a large number of lives and destroyed property worth crores of rupees. It claimed a large number of lives. ഒത്തിരി നഷ്ടങ്ങൾ അല്ലേ, ഒത്തിരി പേരുടെ ജീവൻ എടുത്തു. ഇറ്റ് ക്ലെയിംഡ് എ ലാർജ് നമ്പർ ഓഫ് ലൈവ്സ് ആൻഡ് ഡിസ്ട്രോയ്ഡ് പ്രോപ്പർട്ടി വർത്ത് ക്രോർസ് ഓഫ് റുപ്പീസ്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളും ഒരുപാട് പേരുടെ ജീവനും എടുത്തു. ഏതെന്ന് പറയുന്നത് ഈ സുനാമി എന്ന് പറയുന്നത് അല്ലേ. ഒത്തിരി പേരുടെ ജീവൻ അപഹരിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ഈ സുനാമി വന്നപ്പോഴേക്ക്. നിങ്ങൾ കേട്ടോളൂ. Among all the disasters in India, the tsunami is a relatively new phenomenon. Due to the lack of adequate warning system, the tsunami of 2004 devastated a large portion of the coastal regions of Tamil Nadu, Kerala and Andhra Pradesh, besides the Andaman and Nicobar Islands. It claimed a large number of lives and destroyed property worth crores of rupees. India has faced a number of disasters ranging from the natural disasters like floods, earthquakes, cyclones, tsunami, drought and landslides to man-made disasters like Bhopal gas tragedy in 1984. During this century, India has witnessed some major disasters which include the Gujarat earthquake 2001, the Mumbai Gujarat floods 2005, the tsunami 2004, the Uttarakhand flash floods and the hurricane Philaine in coastal regions and Andhra Pradesh, that's in 2013. India has faced a large number of disasters ranging from natural disasters like flood, earthquake, cyclone, tsunami, drought and landslides to man-made disasters like Bhopal gas tragedy. India has faced, ഇന്ത്യക്ക് അവിടെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് a large number of disasters, ഒത്തിരി disasters ranging from natural disasters മുതൽ man-made disaster വരെ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മീൻസ് പ്രകൃതി ദുരന്തങ്ങൾ. man-made disasters മനുഷ്യൻ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ. എന്തൊക്കെയാ? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്, വെള്ളപ്പൊക്കം, എർത്ത്ക്വേക്ക്, ഭൂകമ്പം, സൈക്ലോൺസ്, പിന്നെ സുനാമി, ഡ്രോട്ട്, ലാൻഡ്സ്ലൈഡ്സ്, ഇതെല്ലാം ഇങ്ങനെയുള്ളവയാണ് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളാണ്. ടു man-made disasters, അതുമുതൽ man-made disasters ഏതൊക്കെ? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, ഭോപ്പാൽ വിഷവാതക ദുരന്തം, മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന വിഷവാതകം ചോർന്ന ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, ദാറ്റ്സ് ഇൻ ദ ഇയർ 1984. ഡ്യൂറിങ് ദിസ് സെഞ്ചുറി ഇന്ത്യ ഹാസ് വിറ്റ്നസ് സം മേജർ ഡിസാസ്റ്റേഴ്സ് വിച്ച് ഇൻക്ലൂഡ്, ഈ സെഞ്ചുറിയിൽ തന്നെ ഇന്ത്യക്ക് നേരിടേണ്ടി വന്ന മറ്റ് മേജർ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഗുജറാത്ത് എർത്ത്ക്വേക്ക് 2001 ഗുജറാത്ത് എർത്ത്ക്വേക്ക്, the Mumbai Gujarat floods 2005 മുംബൈ ഗുജറാത്ത് ഭാഗത്തുണ്ടായ വെള്ളപ്പൊക്കം, the tsunami in 2004 2004 സുനാമി, the ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ് and the Philaine Uttarakhand flash flood and the hurricane Philaine in coastal Orissa and Andhra Pradesh. ഒറീസയുടെയും ആന്ധ്രാപ്രദേശിലും കോസ്റ്റൽ റീജിയൻസ് ഉണ്ടെന്ന ഹ്യൂറിക്കെയിൻ, ഒരു വലിയ കൊടുങ്കാറ്റ് 2013 ഇതൊക്കെ തന്നെ ഈ സെഞ്ചുറിയിൽ നമുക്ക് വിറ്റ്നസ് ചെയ്യേണ്ടായി വന്ന ചില ഡിസാസ്റ്റേഴ്സ് ആണ്. നോക്കിക്കോളൂ. ഇന്ത്യ ഹാസ് ഫേസ്ഡ് എ നമ്പർ ഓഫ് ഡിസാസ്റ്റേഴ്സ് റേഞ്ചിങ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്സ്, earthquakes, cyclones, tsunami, droughts and landslides to man-made disasters like the Bhopal gas tragedy in 1984. During this century, India has witnessed some major disasters which include the Gujarat earthquake 2001, the Mumbai Gujarat floods 2005, the tsunami 2004, the Uttarakhand flash floods and the hurricane Philaine in coastal Orissa and Andhra Pradesh, that's in 2013. The direct and indirect impacts of disasters, either natural or industrial, are always damage, destruction and death. When disaster strikes, the lifeline support systems, namely communication, power supply, water supply, drainage, etc. are damaged. Moreover, healthcare and hospital are also put under severe stress. Commercial and economic activities are also badly affected. Life almost comes to a standstill. The psychological traumas caused by the disasters are sometimes so severe that
they span the whole life of the victim. Therefore, along with other rehabilitation works, psychological rehabilitation should also be given due importance. The direct and indirect impacts of disasters, either natural or industrial, are always damage. The direct and indirect impacts of disasters, ഏതൊരു ഡിസാസ്റ്റേഴ്സിൻ്റെയും ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആർ ഓൾവേസ് ഡാമേജ്. ഏത് ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിക്കൊള്ളട്ടെ, അത് ഈ നാച്ചുറൽ ആയാലും ശരി, ഇൻഡസ്ട്രിയൽ ആയാലും ശരി, എല്ലായ്പ്പോഴും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഡാമേജ് ആണ്. ദ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇമ്പാക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, എയ്തർ നാച്ചുറൽ ഓർ ഇൻഡസ്ട്രിയൽ, ആർ ഓൾവേസ് ഡാമേജ്. ഡാമേജ് ആണ്, ഡിസ്ട്രക്ഷൻ ആണ്, ഡെത്ത് ആണ്. നാശനഷ്ടങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കുറേ സംഗതികൾ നശിച്ചു പോകും, അല്ലെങ്കിൽ അവിടെ മരണം സംഭവിക്കും. ഇതാണ് എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലേ? The direct and indirect impacts of disasters, either natural or industrial, are always damage, destruction and death. When disaster strikes, ഒരു ഡിസാസ്റ്റർ സ്ട്രൈക്ക് ചെയ്യുമ്പോഴേക്ക് the lifeline support systems, നമ്മുടെ lifeline support systems, namely communication, നമ്മുടെ communication, power supply, that means വൈദ്യുതി സംവിധാനങ്ങൾ, വാട്ടർ സപ്ലൈ, ജലവിതരണ സംവിധാനങ്ങൾ, ഡ്രെയിനേജ്, നമ്മുടെ ഡ്രെയിനേജുകൾ എല്ലാം തന്നെ ഡാമേജ് ആകുന്നു, അല്ലേ? നോക്കിക്കോളൂ. മോറോവർ, ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽസ് ആർ ഓൾസോ പുട്ട് അണ്ടർ സിവിയർ സ്ട്രെസ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയറും ആരോഗ്യ സംവിധാനങ്ങളും ഹോസ്പിറ്റൽസും ഒക്കെ തന്നെ വളരെ സ്ട്രെസ്ഡായി, വളരെ സ്ട്രെസ് മീൻസ് അവിടെയൊക്കെ തന്നെ അതിൽ ഉൾക്കൊള്ളുന്നതിലും അധികം ആൾക്കാർ വന്ന് അവിടെ സ്ട്രെസ്ഡായി മാറുന്നു. ഇപ്പം നമുക്കറിയാം, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ, കൊറോണ എന്ന് പറയുന്ന ഈ ഒരു വൈറസിൻ്റെ പാൻഡമിക് സിറ്റുവേഷനിൽ ഹോസ്പിറ്റൽസ് തന്നെ സിവിയർ സ്ട്രെസ്സാണ്. നമ്മളെ ഹെൽത്ത് കെയർ സംവിധാനങ്ങളെല്ലാം തന്നെ എന്താണ്, വളരെ സ്ട്രെസ്സിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതുപോലുള്ളൊരു അതൊരു എന്താ പറയുക, നമുക്കൊരു ഡിസാസ്റ്ററായിട്ട് നമുക്കതിനെ കണക്ക് കൂട്ടാം, അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഡിസാസ്റ്റർ സ്ട്രൈക്ക് ചെയ്യുമ്പോഴേക്ക് മോറോവർ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽസ് ആർ ഓൾസോ പുട്ട് അണ്ടർ സിവിയർ സ്ട്രെസ്. Commercial and economic activities are also badly affected. Commercial and economic activities എല്ലാം തന്നെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. ലൈഫ് ആൾമോസ്റ്റ് കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. ജീവിതം ഒരു നിശ്ചല അവസ്ഥയിലേക്ക് മാറുന്നു. The psychological traumas caused by the disasters are sometimes so severe that they span the whole life of the victim. The psychological trauma caused by the disasters, ഈ ഡിസാസ്റ്റേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രോമാസ്, നമ്മുടെ മാനസികമായിട്ട് വരുന്ന വിഭ്രാന്തികളെന്ന് പറയുന്നത് സോ സിവിയർ ദാറ്റ് ദേ സ്പാൻ ദ ഹോൾ ലൈഫ് ഓഫ് ദ വിക്ടിം. അത് ആർക്കാണോ അത് സംഭവിച്ചിട്ടുള്ള അയാളുടെ ജീവിതകാലം മുഴുവൻ തന്നെ അങ്ങനെയുള്ള അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അയാൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ലൈഫ് ഓൾമോസ്റ്റ് കംസ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. ദ സൈക്കോളജിക്കൽ ട്രോമാസ് കോസ്ഡ് ബൈ ദ ഡിസാസ്റ്റേഴ്സ് ആർ സംടൈംസ് സോ സിവിയർ ദാറ്റ് ദേ സ്പാൻ ദ ഹോൾ ലൈഫ് ഓഫ് ദ വിക്ടിം. Therefore, along with the rehabilitation works, അതുകൊണ്ട് തന്നെ റീഹാബിലിറ്റേഷൻ വർക്സിനോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ ഷുഡ് ഓൾസോ ബി ഗിവൺ പ്രയർ ഇമ്പോർട്ടൻസ് ഓർ ഡ്യൂ ഇമ്പോർട്ടൻസ്. മറ്റ് റീഹാബിലിറ്റേഷൻ വർക്സിനോടൊപ്പം തന്നെ, മറ്റ് പുനരധിവാസ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മാനസികമായി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റുവാനുള്ള ഒരു പുനരധിവാസം കൂടി നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Therefore, along with other rehabilitation works, psychological rehabilitation should also be given due importance. Psychological rehabilitation കൂടി നമ്മളൊരു ഇമ്പോർട്ടൻസ് അവിടെ നൽകണമെന്നാണ് പറയുന്നത്. Therefore, along with other rehabilitation works, psychological rehabilitation should also be given due importance. Psychological rehabilitation കൂടി നമ്മളൊരു ഡ്യൂ ഇമ്പോർട്ടൻസ് നൽകണം. ഒന്നുകൂടെ കേട്ടോളൂ. The direct and indirect impacts of disasters, either natural or industrial, are always damage, destruction and death. When disaster strikes, the lifeline support systems, namely communication, power supply, water supply, drainage, etc. are damaged. Moreover, healthcare and hospitals are also put under severe stress. Commercial and economic activities are also badly affected. Life almost come to a standstill. The psychological traumas caused by the disaster are sometimes so severe that they span the whole life of the victim. Therefore, along with other rehabilitation works, psychological rehabilitation should also be given
due importance. The impact is almost the same even in the case of man-made disasters like riots. The most affected are the poor sections of the society who have to work daily to earn their livelihood. The impact is almost the same even in the case of man-made disasters like riots. അല്ലേ, ഈ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് സെയിം ആണ് ഇൻ ദ കേസ് ഓഫ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് റയറ്റ്സ്. അല്ലേ, മാൻമെയ്ഡായ ഒരു ഡിസാസ്റ്റർ റയറ്റ്, ലഹള എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് വരുമ്പോഴും നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോഴും ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ദ മോസ്റ്റ് അഫക്റ്റഡ് ആർ ദ പുവർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് ഈ ഡിസാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ഏറ്റവും പുവർ സെക്ഷൻസിലുള്ള ആൾക്കാരെയാണ്. ഹു ഹാവ് ടു വർക്ക് ഡെയിലി ടു ഏൺ ദെയർ ലൈവ്ലിഹുഡ്. അന്നേക്കുള്ള ആഹാരത്തിന് വേണ്ടി ജോലിക്ക് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരെയാണ് ഈ ഡിസാസ്റ്റേഴ്സ് കൂടുതലും ബാധിക്കുക. ദ ഇമ്പാക്റ്റ് ഈസ് ആൾമോസ്റ്റ് ദ സെയിം ഈവൻ ഇൻ ദ കേസ് ഓഫ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് റയറ്റ്സ്. ദ മോസ്റ്റ് അഫക്റ്റഡ് ആർ ദ പുവർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി who have to work daily to earn their livelihood. Next paragraph. In some natural disasters like cyclones, tsunami and earthquake, it is the building structure which becomes the cause of destruction and death. In developing countries, only 30% of the buildings are constructed in accordance with the regulations are laid down for ensuring safety and security. Similarly, the lack of a master plan and the inferior quality of the material used for construction also aggravate the casualties arising out of disasters. Therefore, both private and public buildings should be constructed according to the guidelines prescribed by the law. Moreover, constructions should directly adhere to the master plan approved by the authorities. Above all, good quality material should be used for construction. In some natural disasters like cyclones, tsunami and earthquakes, എന്താണ്, ഇറ്റ് ഈസ് എ ബിൽഡിംഗ് സ്ട്രക്ചർ വിച്ച് ബിക്കംസ് എ കാസ് ഓഫ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. ആ ബിൽഡിംഗ് സ്ട്രക്ചറാണ് ഡിസ്ട്രക്ഷനും ഡെത്തിനും ഒക്കെ കാരണമായി മാറുന്നത്. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസിൽ only 30% of buildings are constructed in accordance with the regulations laid down for ensuring safety and security. സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഉള്ള ബിൽഡിങ്സ് എന്ന് പറയുന്നത് 30% മാത്രമേ ഉള്ളൂ. സിമിലർലി ദ ലാക്ക് ഓഫ് എ മാസ്റ്റർ പ്ലാൻ, അതുപോലെ തന്നെ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അഭാവം. സിമിലർലി ദ ലാക്ക് ഓഫ് എ മാസ്റ്റർ പ്ലാൻ ആൻഡ് ദ ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ആൾസോ അഗ്രവേറ്റ് ദ കാഷ്വാലിറ്റീസ് അറൈസിങ് ഔട്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഈ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന ആ ഒരു കാഷ്വാലിറ്റീസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. Therefore, both private and public buildings should be constructed according to the guidelines prescribed by law. അപ്പോൾ നിയമം അനുശാസിക്കുന്ന തരത്തിലാവണം പ്രൈവറ്റും പബ്ലിക് ബിൽഡിങ്സ് എല്ലാം തന്നെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. മോറോവർ, കൺസ്ട്രക്ഷൻ ഷുഡ് സ്ട്രിക്ട്ലി അഡിയർ ടു ദി മാസ്റ്റർ പ്ലാൻ അപ്രൂവ്ഡ് ബൈ ദി അതോറിറ്റീസ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. എബോവ് ആൾ, ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. മാത്രമല്ല, കൺസ്ട്രക്ഷൻ വേണ്ടി ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ നമ്മളവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു തരത്തിലേക്ക് ഈ ഡിസാസ്റ്റേഴ്സ് നമുക്ക് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുക. അല്ലെങ്കിൽ കൃത്യമായൊരു മാസ്റ്റർ പ്ലാനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ ചെയ്ത് നമുക്കൊരു ആ ബിൽഡിങ്സും മറ്റൊക്കെ ഉണ്ടെന്നുള്ള ഒരു പരിധിവരെ ഈ ഡിസാസ്റ്റേഴ്സ് നമുക്ക് ചേർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ചെയ്യുമ്പോഴേക്ക് ഈ പെട്ടെന്ന് ഈ ഡിസാസ്റ്റർ വരുമ്പോഴേക്ക് അതിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നോക്കുക പാരഗ്രാഫ്. ഇൻ സം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് സൈക്ലോൺസ്, tsunami and earthquakes, it is a building structure which becomes a cause of destruction and death. In developing countries, only 30% of the buildings are constructed in accordance with the regulations laid down for ensuring safety and security. Similarly, the lack of a master plan and the inferior quality of materials used for construction also aggravate the casualties arising out of disasters. Therefore, both private and public buildings should be constructed according to the guidelines prescribed by law. Moreover, construction should be strictly adhered to the master plan approved by the authorities. Above all, good quality material should be used for construction. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ടിരുന്ന് വായിക്കുക. നോട്ട്സ് പിന്നാലെ അയച്ചിരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.